മെഷീൻ എലമെൻസിൻ്റെ 5th മൊഡ്യൂളിൽ ലീവ് സ്പ്രിംഗ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. ലീവ് സ്പ്രിങ്ങിൻ്റെ ബേസിക് ഇക്വേഷൻസ്, ഡാറ്റാ ബുക്കിലെ പേജസ്, സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു. ഇനി അതിൻ്റെ കുറച്ചും കൂടെ സിമിലർ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുകയാണ് ഈ വീഡിയോയിൽ. So first one, a semi-elliptical leaf spring 1 meter long required to resist a load of 50 kilonewton. The spring has 50 leaves, of which 3 are full-length leaves. The width of central band is 100 mm. All the leaves are stressed to 420 MPa. The ratio of total depth to width is 3. Take E is equal to 2.1 into 10 raised to 5 MPa. തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ഒരു സെമി എലിപ്റ്റിക്കൽ സ്പ്രിംഗ് ആണ്. 2 ടൈപ്പ് ലീവ് സ്പ്രിങ്ങിലുണ്ടെന്ന് പറഞ്ഞു. സെമി എലിപ്റ്റിക്കൽ ടൈപ്പും ക്യാൻഡിലിവർ ടൈപ്പും. അപ്പോൾ സെമി എലിപ്റ്റിക്കലിൻ്റെ പ്രോബ്ലമാണിത്. റെസിസ്റ്റർ ലോഡ് തന്നിട്ടുണ്ട്. എത്രയാണ്? 50 കിലോ ന്യൂട്ടൺ എന്നാണ് നമ്മൾക്ക് ലോഡ് തന്നത്. ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2W അല്ലെങ്കിൽ 2P. അതാണ് എന്ത് 50 എന്ന് പറയുന്നത്. W എന്നും P എന്നും പറയും. അപ്പോൾ 2W അല്ലെ 2P ആണ് 50 എന്ന് പറയുന്നത്. സ്പ്രിംഗ് ഹാസ് 15 ലീവ്സ്. ടോട്ടൽ നമ്പർ ഓഫ് N എന്ന് പറയുന്നത് 15 ആണ്. വിച്ച് ആർ 3 ആർ ഫുൾ ലെങ്ത് ലീവ്സ്. 2 ടൈപ്പ് ലീഫുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. NF എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് ലീഫ്, അല്ലെങ്കിൽ നമുക്ക് അതിനെ NE എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് എന്നും പറയും. NE അല്ലെങ്കിൽ NF എന്ന് പറയും. അതേപോലെ NG ഗ്രാജുവേറ്റഡ് ലീവ്സ്. അപ്പോൾ 3 എണ്ണം എക്സ്ട്രാ ഫുൾ ലെങ്ത് അല്ലെങ്കിൽ ഫുൾ ലെങ്ത് ആണ്. ബാക്കി 12 എണ്ണം ഗ്രാജുവേറ്റഡ് ലീഫാണ്. ടോട്ടൽ 15 എണ്ണം. The leaves are stresses to 420 MPa. സ്ട്രെസ് തന്നിട്ടുണ്ട് 420. The width of central band. ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ L വെച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. 100 ആണ്. 1 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 1 മീറ്റർ മീൻസ് 1000 mm. എന്ത് ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ സ്പ്രിംഗ് 1 മീറ്റർ ലോങ് എന്ന് പറഞ്ഞു. ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 2L1 എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. L1 അല്ല, 2L1. സോ 2L1 എന്ന് പറയുന്നതായിരിക്കും. സോ എഫക്റ്റീവ് ലെങ്ത് 2L ഈസ് ഈക്വൽ ടു 2L1 മൈനസ് L. നമ്മൾ ഇന്നലെ പഠിച്ച കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഇക്വേഷനാണ്. സോ ഇതിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ അവർ പറയുന്നുണ്ട്. ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡെപ്ത്ത് ടു വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3. ഡെപ്ത്ത് എന്ന് പറയുന്നത് തിക്നെസ് എന്ന് വേണേൽ എടുക്കാം, ഡിവൈഡഡ് ബൈ വിഡ്ത്ത് B ഈസ് ഈക്വൽ ടു 3 എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തിക്നെസ് ഓഫ് വിഡ്ത്ത് ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ മറ്റേനെ ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് എഴുതി. സോ എഫക്റ്റീവ് ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. എഫക്റ്റീവ് ലെങ്ത് 2L ഈസ് ഈക്വൽ ടു 2L1 മൈനസ് L. 2L1 1000 ആണ്. 1000 മൈനസ് 100 900 ഡിവൈഡഡ് ബൈ 2 450 കിട്ടും. എന്ത് ലെങ്ത് എന്ന് പറയുന്നത്? എഫക്റ്റീവ് ലെങ്ത് ആക്ച്വലി 450. സോ 2P തന്നിട്ടുണ്ട്. എത്രയാണ് ടോട്ടൽ ലോഡ്? 2P ഈസ് ഈക്വൽ ടു 50. സോ P ഈസ് ഈക്വൽ ടു 50/2 25 കിലോ ന്യൂട്ടൺ കിട്ടി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്ത് വെച്ചിട്ടാണ് നമ്മുടെ ഇതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത്? എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് ഉള്ളപ്പം ഏത് ഇക്വേഷൻ എടുക്കണം? ഇതിൻ്റെ അത് രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കണം. സിഗ്മ ഓഫ് BE എക്സ്ട്രാ ഫുൾ ലെങ്ത്. BG ആണ്, ഗ്രാജുവേറ്റഡ് ആണ്. നമുക്കുള്ളത് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിൻ്റെ ഇക്വേഷൻ നമ്മൾ എടുക്കുന്നു. 80PL ഡിവൈഡഡ് ബൈ BT സ്ക്വയർ ഇൻറ്റു 3NE പ്ലസ് 2NG എന്നുള്ള ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ 7.104 എന്ന പേജിലുണ്ട്. സോ ഇക്വേഷൻ നമ്മൾ എടുത്തു. സിഗ്മ B ഈസ് ഈക്വൽ ടു 80PL BT സ്ക്വയർ ഇൻറ്റു 3NE പ്ലസ് 2NG. 18 P എന്ന് പറയുന്നത് 25, L എന്ന് പറയുന്നത് 450 ആണ്. 450 എന്താണ്? മീറ്ററിലുള്ളതാണ്. അതിന് നമ്മൾ എമ്മിലേക്ക് മാറ്റണം. 450 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ BT സ്ക്വയർ വാല്യൂ നമുക്കറിയത്തില്ല ഇൻറ്റു 3NE. എത്രയാണ്? NE എന്ന് പറയുന്നത് 3 ആയിരുന്നു. NG എന്ന് പറയുന്നത് 12 ആയിരുന്നു. ടോട്ടൽ 15 ആയിരുന്നു. NE 3 ഇൻറ്റു 3 പ്ലസ് 2 ഇൻറ്റു 12. അത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇതിൻ്റെ അകത്തെ സിഗ്മ ബിയുടെ വാല്യൂ നമുക്കറിയാം. എത്രയാണ്? ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 420 എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 420 എന്ന്. സോ ഇതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം BT സ്ക്വയർ അല്ലേ, ഈ സിഗ്മ ബിക്ക് വരെ നമ്മൾ എന്ത് ചെയ്തു? 420 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അവസാനം ഈ BT സ്ക്വയർ ഡിനോമിനേറ്ററിലുള്ള BT സ്ക്വയർ മാത്രം അൺനോൺ ആയിട്ട് കിടക്കും. അതിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ആ BT സ്ക്വയറിനെ മാത്രം ഒരു സൈഡിലിടുക. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുപോവുക. ബാക്കിയെല്ലാം നമ്പർ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? നമുക്ക് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ BT സ്ക്വയറിന് ഒരു വാല്യൂ കിട്ടും. അതാണ് BT സ്ക്വയർ ഈസ് ഈക്വൽ ടു 14610.3896. ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ട് BT സ്ക്വയർ നമുക്ക് കിട്ടി. നമുക്കിനി ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? ഒന്നും കൂടെ നമ്മൾ നോക്കുക. എന്താണ് കണ്ടീഷൻ? ദ റേഷ്യോ ഓഫ്
ടോട്ടൽ ഡെപ്ത് ടു വിഡ്ത്ത് ഈസ് 3. ഓക്കെ, ടോട്ടൽ ഡെപ്ത് ടു വിഡ്ത്ത് ഈസ് 3. വിഡ്ത്തിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ബി ആണ് നമ്മുടെ വിഡ്ത്ത് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ബി ആണ്. ടോട്ടൽ ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ലീഫ് ഇങ്ങനെയുണ്ട്, രണ്ടാമത് ലീഫുണ്ട്, ഇങ്ങനെ എത്രയാണ്? ഇങ്ങനെ ടോട്ടൽ 15 ലീഫുണ്ട്. ടോട്ടൽ 15 ലീഫുകളുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ലീഫിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. അപ്പോൾ 15 ലീഫിൻ്റെ തിക്നെസ് എന്ന് പറയുമ്പം 15 × ടി ആയിരിക്കും. ഓക്കെ, സോ ടോട്ടൽ ഡെപ്ത് ടു വിഡ്ത്ത്, ടോട്ടൽ ഡെപ്ത് 15t ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, സോ ആ കണ്ടീഷൻ കൂടെ നമ്മൾ എഴുതുന്നു. 15t ഡിവൈഡഡ് ബൈ ബി ഈസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ നമ്മൾ എഴുതി. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എന്ത് കിട്ടും? 15ഉം 3യും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ 5 ആയിട്ട് മാറും. സോ 5t ഈസ് ഈക്വൽ ടു ബി എന്ന് കിട്ടും. ബി ഈസ് ഈക്വൽ ടു 5t എന്ന് കിട്ടും. ഇനി നമുക്ക് എവിടെയൊക്കെ ബി ഉണ്ടോ അവിടെയൊക്കെ എന്ത് കൊടുക്കാം? 5t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ബി ഈസ് ഈക്വൽ ടു 5t എന്ന് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ നമ്പറിൻ്റെ അകത്ത് എന്ത് ചെയ്യുക? 1ൻ്റെ അകത്ത് നോക്കിയാൽ BT² എന്നാണ്. അവിടെ ആ ബിക്ക് പകരം എന്ത് ചെയ്യുക? ഈ 5t നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ BT², ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ആ ബിക്ക് പകരം എന്ത് ചെയ്യുക? 5t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 5t × t². അപ്പം ടോട്ടൽ 5t³ എന്ന് കിട്ടും. 5t³ ഈസ് ഈക്വൽ ടു 14610.38. അതിൻ്റെ അകത്തുനിന്ന് t³ ഈസ് ഈക്വൽ ടു 14610.3 ഡിവൈഡഡ് ബൈ 5. അതിൻ്റെ അകത്തുനിന്ന് റൂട്ടല്ല റേസ് ടു 1/3 ചെയ്ത് കഴിയുമ്പം ടിയുടെ വാല്യൂ കിട്ടും അല്ലേ? t³ ഇവിടെ ഉണ്ട്. t³ ഈസ് ഈക്വൽ ടു 14610.38 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. t³ അകത്തുനിന്ന് നമ്മൾ t കണ്ടുപിടിച്ചു. t ഈസ് ഈക്വൽ ടു 40.2 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 15 എന്ന് നമുക്ക് കിട്ടി. തിക്നെസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എന്ത് ചെയ്യും? ഡയറക്റ്റ് നമുക്ക് ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ വിഡ്ത്ത് കണ്ടുപിടിക്കാം. എന്താണ്? ബി ഈസ് ഈക്വൽ ടു 5t എന്നാണ് ഇക്വേഷൻ. ഓക്കെ, സോ ടിക്ക് എന്ത് ചെയ്യുക? 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 5 × 15 75 കിട്ടി. സോ ഇതാണ് തിക്നെസ്സും കിട്ടി, ഇതിൻ്റെ വിഡ്ത്തും കിട്ടി. നെക്സ്റ്റ് പ്രോബ്ലം. ഡിസൈൻ എ ലീഫ് സ്പ്രിംഗ് ഫോർ എ ട്രക്ക് ഫോർ ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. ഫസ്റ്റ് വൺ, the maximum load on the truck 200 kN, number of spring 4, maximum number of leaves 12. ഈ കണ്ടീഷൻ ഓർത്തോണം. നമ്പർ ഓഫ് സ്പ്രിങ് തരുന്നുണ്ട്, അതേപോലെ ലീഫിൻ്റെ എണ്ണം തരുന്നുണ്ട്. സോ ലീഫിൻ്റെ എണ്ണം കൂടാതെ എക്സ്ട്രാ സ്പ്രിങ് തരുന്നുണ്ടെങ്കിൽ ലോഡിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ സ്പ്രിങ്ങിൻ്റെ നമ്പറോട് ഡിവൈഡ് ചെയ്യണം. കഴിഞ്ഞ ഇതിന് തൊട്ട് മുമ്പത്തെ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ടൈപ്പ് പ്രോബ്ലമാണിത്. So maximum number of leaves 12, span of spring 1200 mm, permissible stress 700 Nm/mm², permissible deflection 100 mm, number of extra full length leaves 2. E is equal to 2.1 × 10⁵ Nm/mm². Design for two conditions. രണ്ട് condition. First one, no initial stress. Second condition, with initial stress. Okay, ഇത് രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? തിക്നെസ്സും വിഡ്ത്തും കണ്ടുപിടിക്കണം. The first one, for initial stress with no initial stress, with no initial stress ൻ്റെയാണ് ഫസ്റ്റ് വൺ. അപ്പോൾ നമ്മുടെ ഡേറ്റ ബുക്കിൽ 7.104 നമ്മൾ ചെല്ലുക. ഡേറ്റ ബുക്കിലെ പേജിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യാം? നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വിത്ത് നമ്പർ ഓഫ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീവ്സിൻ്റെ കാര്യം നമ്മൾ ക്വസ്റ്റ്യനിൽ അവർ പറയുന്നുണ്ട്. നമ്പർ ഓഫ് എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫ് 2 ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുക? എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിൻ്റെ ഇക്വേഷൻ എടുക്കുക. എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിൻ്റെ ഇക്വേഷൻ എടുക്കുക. 80pl/BT² × 3ne + 2ng എന്നുള്ള ഇക്വേഷൻ എടുക്കുക. സോ 80pl/BT² × 3ne + 2ng. ഇനി നമ്മൾ ലോഡ് കൊടുക്കണം. എത്രയാണ് നമ്മളോട് ലോഡ് പറഞ്ഞിട്ടുള്ളത്? എത്രയാണെന്ന് നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ലോഡ് ഓൺ ദ ട്രക്ക് 200 kN എന്ന് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ 200 kN എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി നമുക്ക് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. 2p ഈസ് ഈക്വൽ ടു നമുക്ക് 200 എന്ന് ഡയറക്റ്റ് എഴുതാൻ പറ്റത്തില്ല. കാരണം 4 സ്പ്രിങ്ങിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. 200 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. സോ 2p ഈസ് ഈക്വൽ ടു 50 ആയിരിക്കും. അതിനകത്തുനിന്ന് പി കണ്ടുപിടിക്കണം. പി ഈസ് ഈക്വൽ ടു 50/2 അല്ലെങ്കിൽ 25. ഓക്കെ, അപ്പോൾ നമുക്ക് പി കിട്ടി. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ലെങ്ത് അല്ലെങ്കിൽ സ്പാൻ ഓഫ് സ്പ്രിങ് 1200. സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ആണ്. 12 ഈസ് ഈക്വൽ ടു 1200. L ഈസ് ഈക്വൽ ടു അതിൻ്റെ ഹാഫ് 600 mm ആയിരിക്കും. ഇനി എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിൻ്റെ എണ്ണം 2 ആണ്. ടോട്ടൽ 12 എണ്ണം ഉണ്ട്. സോ ഗ്രാജുവേറ്റഡ് ലീഫിൻ്റെ എണ്ണം 12 - 2 ദാറ്റ് ഈസ് 10.
സോ ഇനിയിപ്പോൾ ബാക്കി തന്നിട്ടുള്ള കാര്യം തന്നെയാണ്, സ്ട്രെസ് 700 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഇക്വേഷൻ്റെ അകത്ത് ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പം അതിൻ്റെ അകത്ത് ബി ടി സ്ക്വയർ മാത്രം അൺനോൺ ആയിട്ടുണ്ടാവും. ആ ബി ടി സ്ക്വയറിനെ കണ്ടുപിടിക്കുന്നു. ബി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 14835.17, ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതി കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി നോക്കിയാൽ കാണാം. ദ മാക്സിമം നമ്പർ ഓഫ് ലീഫ് ടോൾ, നെക്സ്റ്റ് വൺ പെർമിസിബിൾ സ്ട്രെസ്, പെർമിസിബിൾ ഡിഫ്ലക്ഷൻ 100 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ ഇതാണ്, y ആണ്. y ഈസ് ഈക്വൽ ടു 12PL³ ഡിവൈഡഡ് ബൈ EBT³ ഇൻറ്റു 3NE പ്ലസ് 2NG. ഇവിടെ ഒരു ഇ ഉണ്ട് ഡിനോമിനേറ്ററിൽ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞിരുന്നു, പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. ഇ ഉണ്ട് ഡിനോമിനേറ്ററിൽ. EBT³ ഇൻറ്റു 3NE പ്ലസ് 2NG എന്നാണ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എടുത്തു. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. y ഈസ് ഈക്വൽ ടു 12PL³ ഡിവൈഡഡ് ബൈ EBT³ ഇൻറ്റു 3NE പ്ലസ് 2NG. ഈ ക്വസ്റ്റിനെ തന്നിട്ടുണ്ട്. പി നമുക്കറിയാം, എൽ അറിയാം, NE അറിയാം, NG അറിയാം. സോ എന്താണ്, BT³ മാത്രം അറിയില്ല. സോ അതിൻ്റെ അകത്തുനിന്ന് BT³ മാത്രം നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം കിട്ടി, ഇക്വേഷൻ നമ്പർ 2ഉം കിട്ടി. ഇക്വേഷൻ നമ്പർ 1 എന്താണ്, BT സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2 എന്ന് പറയുന്നത് BT³. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1ഉം 2ൻ്റെ അകത്തൊന്നും നമ്മൾ എന്ത് ചെയ്യുക, 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുക. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്യുമ്പം BT³ ബൈ BT സ്ക്വയർ എന്താവും, BT സ്ക്വയർ കട്ടായി പോയിട്ട് ഒരു T മാത്രം കിട്ടും. T ഈസ് ഈക്വൽ ടു 8 mm എന്ന് കിട്ടും. T നമുക്ക് എന്ത് കിട്ടി, 8 mm കിട്ടി. T 8 mm കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് ഇക്വേഷൻ നമ്പർ 1ൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Tയുടെ വാല്യൂ അതിൻ്റെ അകത്തുനിന്ന് നമുക്കൊരു B കിട്ടും. ഇക്വേഷൻ നമ്പർ 2ൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു B കിട്ടും. ഇതിൻ്റെ അകത്ത് ലാർജർ B ഏതാണോ അതായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. സോ 8 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1നും 2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ലാർജർ വാല്യൂ 231. ഇവിടെ 2 വാല്യൂ അവർ എഴുതിയിട്ടില്ല, നമ്മൾ ചെയ്യുമ്പോൾ 2 ആയിട്ട് തന്നെ ചെയ്യണം. അതിൽ ലാർജർ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ ഇട്ടപ്പോഴാണ് അവർക്ക് കിട്ടിയത്. അവരത് മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. വാല്യൂ 231.8 ആണ്. ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് കണ്ടീഷൻ വിത്ത് ഇനീഷ്യൽ സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഇനീഷ്യൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സൈസാണ്, സ്റ്റാൻഡേർഡ് കണ്ടീഷനാണ്. സോ എന്ത് ചെയ്യുക, യൂണിഫോം സ്ട്രെങ്തിൻ്റെ ഇക്വേഷൻ അതിൻ്റെ തൊട്ട് മുകളിലുണ്ട്. സോ നിങ്ങളിത് ഡൗട്ട് അടിക്കേണ്ട, ക്യാൻഡിലിവറിൻ്റെ എന്നാണ് ഇവിടെ എഴുതിയേക്കുന്നത്, നമ്മൾ സെമി എലിപ്റ്റിക്കലാണ്. പക്ഷേ ഇതെന്താണ്, യൂണിഫോം സ്ട്രെങ്ത് വരുന്ന കേസിലൊക്കെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഈ യൂണിഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു 6PL ഡിവൈഡഡ് ബൈ NB T സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ മാറിപ്പോയില്ല. സിഗ്മ ബി ഇസ് ഈക്വൽ ടു 6PL ബൈ NB T സ്ക്വയർ. നമ്മുടെ ഡേറ്റാ ബുക്കിൽ 7.104 ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സോ സിഗ്മ ബി ഇസ് ഈക്വൽ ടു 6PL ബൈ NB T സ്ക്വയർ. വിത്ത് ഇനീഷ്യൽ സ്ട്രെസ് മീൻസ് ഈക്വലി സ്ട്രെസ്ഡ്, ദാറ്റ് മീൻസ് യൂണിഫോം സ്ട്രെങ്ത്. ഓക്കെ, സോ 6PL ബൈ NB T സ്ക്വയർ എന്ന ഇക്വേഷൻ എടുത്തു. N 12 ആണ്. പിയുടെ വാല്യൂ നമുക്കറിയാം 25 ഇൻറ്റു 10⁻3, L 600. അതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പം നമ്മുടെ ഡിനോമിനേറ്ററിലുള്ള BT സ്ക്വയർ മാത്രം നമുക്കറിയില്ല. സോ BT സ്ക്വയർ മാത്രം കണ്ടുപിടിച്ചു. 10714.3 എന്ന് നമുക്ക് കിട്ടി. സോ BT സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. സോ BT സ്ക്വയർ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നെക്സ്റ്റ് വൺ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ്റെ അകത്തുനിന്ന് BT³ കണ്ടുപിടിക്കണം. പക്ഷേ ഇതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ സ്ട്രെസ്സിൻ്റെ കേസിൽ, അല്ലെങ്കിൽ വിത്ത് ഇനീഷ്യൽ സ്ട്രെസ്സും വിത്തൗട്ട് ഇനീഷ്യൽ സ്ട്രെസ്സും വിത്ത് നോ ഇനീഷ്യൽ സ്ട്രെസ്സും വരുന്ന രണ്ട് കണ്ടീഷൻസിലും നിങ്ങൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ യാതൊരു മാറ്റവും ഇല്ല. ഓക്കെ, ആദ്യത്തെ നമ്മുടെ സിഗ്മ ബി സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ വിത്ത് സ്ട്രെസ്സും വിത്തൗട്ട് സ്ട്രെസ്സും രണ്ടും സ്ട്രെസ്സാണ്. സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഈ സിഗ്മ ബിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് യാതൊരു ചേഞ്ചും ഇല്ല. എന്ന് പറഞ്ഞാൽ BT³ നമുക്ക് കിട്ടുന്നത് ഇതേ വാല്യൂ തന്നെയാണ്. നിങ്ങൾ രണ്ടാമത് വീണ്ടും കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. ആദ്യമേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച അതേ BT³ തന്നെ നമുക്ക് എടുത്താൽ മതി. BT³ ഈസ് ഈക്വൽ ടു 118681.3. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ BT സ്ക്വയറും കിട്ടി, ഇതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച BT³ കിട്ടി. ആ BT³ ഡിവൈഡഡ് ബൈ ഇപ്പോൾ കണ്ടുപിടിച്ച BT സ്ക്വയർ. BT³ അത് തന്നെ എടുത്തിട്ടുണ്ട്. സോ ആ BT³ ഡിവൈഡഡ് ബൈ BT സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും T കിട്ടും. 11.08 അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് 12 എന്ന് എടുത്തു. സോ 12 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, T നമുക്കിവിടെ കിട്ടി. ഈ T കൊണ്ടുപോയി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു B കിട്ടും.
രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബി കിട്ടും. അതിൻ്റെ അകത്തെ ലാർജർ വാല്യൂ ഏതാണോ ആ വാല്യൂ എടുക്കണം. ഇവിടെ ലാർജർ വാല്യൂ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 2-ൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1-ൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 68.6 കിട്ടി. നെക്സ്റ്റ് 74.4 കിട്ടി. അവർ 74.4 ആണ് ലാർജർ വാല്യൂ. സോ അതെടുത്തു റൗണ്ട് ചെയ്ത് 75 എന്ന് എഴുതി. സോ ഇതാണ് ഈ പ്രോബ്ലം. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെല്ലാം സിമിലർ പ്രോബ്ലംസ് ആണ്, നിങ്ങളിത് പഠിച്ചോണം. ഇതെല്ലാം യൂണിവേഴ്സിറ്റി പ്രോബ്ലംസ് ആണ്. എ ലോക്കോമോട്ടീവ് സ്പ്രിംഗ് ഹാസ് ആൻ ഓവറോൾ ലെങ്ത് ഓഫ് 1.1 മീറ്റർ. ടോട്ടൽ ലെങ്ത് 1.1 മീറ്റർ ഉണ്ട്. ദാറ്റ് മീൻസ് 1100 mm and sustain a load of 75 kilonewton at its center. The spring has 3 full-length leaves and 15 graduate leaves. Total number 3 full-length leaves, 15 graduated leaves ഉണ്ട്. With a central band of 100 mm wide. All leaves are to be stressed to 420 Newton per mm square when fully loaded. The ratio of spring depth to width is approximately 2. ഇവിടെയും ആ റേഷ്യോ തന്നിട്ടുണ്ട്. സ്പ്രിങ്ങിൻ്റെ ഡെപ്ത്ത് ടു വിഡ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. ടേക്ക് E is equal to 2.1 into 10⁵ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ. 2 തവണ 10⁵ വന്നിട്ടുണ്ട്, 1 മതി. ഇൻറ്റു 10⁵ ന്യൂട്ടൺ പെർ എം എം. ഫൈൻഡ് ദ വിഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് ലീവ്സ്. അപ്പോൾ തന്നിട്ടുള്ള കാര്യം എന്തൊക്കെയാണെന്ന് എഴുതുക. ഫസ്റ്റ് വൺ 1100 തന്നിട്ടുണ്ട്. എന്താണ് 2L1 ഇതിൻ്റെ റേറ്റാണ് തന്നിട്ടുള്ളത്. 2L1ൻ്റെ റേറ്റ് 1100. നെക്സ്റ്റ് ബാൻഡ് എത്രയാണ് 100 mm ആണ്. സോ 1100 മൈനസ് 100 മീൻസ് 100 കിട്ടി. എന്ത് 2Lൻ്റെ വാല്യൂ കിട്ടി. അതിൻ്റെ ഒന്ന് L ഈസ് ഈക്വൽ ടു 500 കിട്ടി. ഇനി 2P എന്ന് പറഞ്ഞിട്ട് എത്രയാണ് 75 kilonewton എന്ന് പറഞ്ഞിട്ടുണ്ട്. 75 kilonewton എന്താണ് 2P is equal to 75 kilonewton. P is equal to 75/2 37.5 kilonewton. 37.5 into 10⁵ Newton. Sigma B തന്നിട്ടുണ്ട് 420. All springs are stressed to 420 Newton per mm square എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മുടെ സ്പ്രിങ്ങിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. എത്രയാണ് 3 എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫും 15 ഗ്രാജുവേറ്റഡ് ലീഫും ടോട്ടൽ 18 ലീഫുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ് റേഷ്യോ തന്നിട്ടുണ്ട്. 18 തിക്നെസ് കണ്ടുപിടിക്കണം. തിക്നെസ് ഇൻറ്റു നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ എത്ര 18 ഇൻറ്റു ടി അല്ലേ. 18 T ഡിവൈഡഡ് ബൈ B ഈസ് ഈക്വൽ ടു 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെ എഴുതാം B ഈസ് ഈക്വൽ ടു 18/2 9T. B ഈസ് ഈക്വൽ ടു 9T എന്ന് നമുക്ക് എഴുതാം. B ഈസ് ഈക്വൽ ടു 9T എന്ന് നമുക്ക് ആ ഒരു ഇക്വേഷനെ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാം. B ഈസ് ഈക്വൽ ടു 9T. അതാണ് അവരിവിടെ എഴുതിയിട്ടുള്ളത്. B ഈസ് ഈക്വൽ ടു 9T. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിയുമ്പം നമ്മുടെ എക്സ്ട്രാ ഫുൾ ലെങ്ത് ലീഫിൻ്റെ ഇക്വേഷൻ ഡാറ്റ ബുക്കിൽ 7.104 ചെല്ലുക. സിഗ്മ B ഈസ് ഈക്വൽ ടു 80PL/BT² ഇൻറ്റു 3NE + 2NG എന്നുള്ള ഇക്വേഷൻ എടുക്കുക. അതിൻ്റെ അകത്ത് എല്ലാ വാല്യൂസും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് BT² മാത്രം അറിയില്ല. BT² ഈസ് ഈക്വൽ ടു സംതിങ് ഒരു ആൻസർ കിട്ടും. ഓക്കെ, ആ BT² ഈസ് ഈക്വൽ ടു സംതിങ് എന്നുള്ള ആൻസറിൻ്റെ അകത്ത് നമ്മൾ ബി എന്ന് പറഞ്ഞാൽ എന്താണ് 9T ആണ്. ഓക്കെ, B എന്ന് പറഞ്ഞാൽ 9T ആണ്. സോ 9T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇൻറ്റു T² ഈസ് ഈക്വൽ ടു സംതിങ് അല്ലേ. ബിക്ക് പകരം 9T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ 9T ഇൻറ്റു T² ഈസ് ഈക്വൽ ടു സംതിങ് അല്ലെങ്കിൽ 9T³ ഈസ് ഈക്വൽ ടു 9T³ ഈസ് ഈക്വൽ ടു സംതിങ് ആൻസർ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് T³ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു വാല്യൂ കിട്ടും. അതിൻ്റെ അകത്തുനിന്ന് T നമുക്ക് കിട്ടും. എത്രയാണ് 13.179. ഓക്കെ, T³ മാത്രമായിരിക്കും ആദ്യം അൺനോൺ. അതിൻ്റെ അകത്തുനിന്ന് T നമുക്ക് കിട്ടും. 13.17 കിട്ടും. അല്ലെങ്കിൽ റൗണ്ട് ടു 14 നമുക്ക് കിട്ടും. T കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ റേഷ്യോയ്ക്കകത്തുനിന്ന് T എന്ന് ഈക്വൽ B ഈസ് ഈക്വൽ ടു 9T ആണ്. സോ അതിൻ്റെ അകത്തുനിന്ന് Bയും കിട്ടും 126 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടി. തിക്നെസ്സും കിട്ടി, ബ്രെഡ്ത്തും കിട്ടി. സോ ഇത്രയും പ്രോബ്ലംസ് കൂടുതൽ ഞങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനിയും പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. സോ ഈ മൊഡ്യൂൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് സ്പ്രിങ്ങിൻ്റെ ഈ ഡിസൈനാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം.